guys, welcome back to my new video. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് മണിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു പുതിയ ഗാഡ്ജറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ കുറേ നാളെ എന്തെങ്കിലും പുതിയത് വാങ്ങണമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടിരിക്കണത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, എന്നാലും ഒരു കൊതി കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഇപ്പം പുതിയ ഗാഡ്ജറ്റ് ഫോൺ. അപ്പോൾ പുതിയ ഫോൺ ഇന്നലെ എടുത്തതാണോ ഞാൻ. മൈക്ക് അത് വേറെ, അത് കുഞ്ഞതല്ലേ, അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ മിനിഞ്ഞാന്നത് റിലീസായ ഡേ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോയി എടുത്തത് പുതിയ ഫോൺ. അപ്പോൾ പുതിയ ഫോൺ എന്ന് വെച്ചാൽ വിവോ V20 ആണ്. അത് ഏകദേശം നല്ല ഫോണാണെന്ന് റിവ്യൂ ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ള് കാണുക, മറക്കരുത്. പിന്നെ അത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം, മറക്കാണ്ട്. ഓക്കെ, പ്രസ് ചെയ്തേക്കണം. ലാസ്റ്റ് ഒന്നും കൂടെ പറയുന്നതാണ്, എന്നാലും ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, 1, 2 don't stop, I'm on fire. 1, 2 1, 2 I love you. സോ ഗൈസ്, ഞാൻ അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഈ കൊറോണ ടൈമിൽ വീട്ടിലിരുന്ന് ഒരു മുതൽ മുടക്കും ഇല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്, ഡോബിറെക്സ് എന്ന് വെച്ചൊരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് കാർഡ് വെച്ചിട്ടൊക്കെ UPI ID അങ്ങനെ വെച്ചിട്ടൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് റീചാർജ് ചെയ്യാണ്ട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ വാലറ്റിലോട്ട് പൈസ നേടാവുന്നതാണ്. അപ്പോൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസാണ് നിങ്ങളുടെ വാലറ്റിലോട്ട് കയറുന്നത്. നിങ്ങൾക്ക് പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് ആ കളേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. കളേഴ്സ് ആണെങ്കിൽ അതിലുള്ള കളേഴ്സ് ഗ്രീനും റെഡും വയലറ്റും ആണ്. അപ്പോൾ ഗ്രീനും റെഡും ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇരട്ടി, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് 2 ഇരട്ടി പൈസ നിങ്ങളുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവും. പിന്നെ വയലറ്റ് ആണ് വീഴുന്നതെങ്കിൽ 4 ഇരട്ടിയാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, നമ്പേഴ്സാണ് സെലക്ട് ചെയ്ത് നിങ്ങൾ അതിൽ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ 9 ഇരട്ടി പൈസ നിങ്ങളുടെ വാലറ്റിലോട്ട് വീഴും. അപ്പോൾ ഈ ഇതെന്ന് വെച്ചാൽ ഒരു പ്രഡിക്ഷൻ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 മിനിറ്റാണ് ടോട്ടൽ ഇത് ചെയ്യാനുള്ള ടൈം. അപ്പോൾ നമുക്ക് 2.5 മിനിറ്റ് വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നതിന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. വിഡ്രോവൽ ടൈം എന്ന് വെച്ചാൽ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഇതിലെ താഴെ ടെലിഗ്രാം ലിങ്ക് കൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ കുറേ റെപ്രസെൻറ്റേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തായാലും ഈ ഗെയിമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കൂടെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ടെലിഗ്രാം ലിങ്കിൽ ചേരുക. അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അധികം മുതൽ മുടക്കില്ലാത്തൊരു പരിപാടിയാണ്. വീട്ടിൽ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, വിവോ V20 ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെക്കുവാണെങ്കിൽ 2 വേരിയൻ്റ് ഉണ്ട്. ഒരെണ്ണം 128 GB പിന്നെ 256 GB ആണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് 256 ആണ്. പിന്നെ റാം എന്ന് വെച്ചാൽ 2 സെയിം ആണ്, 8 GB വെച്ച് തന്നെയാണ്. അപ്പം മറ്റേതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 24 സംതിങ് ആണ്. ഇതിൻ്റെ പ്രൈസ് 27,990 ആണ്. 28K എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം നല്ലൊരു ബോക്സിലാണ് വരുന്നത്, കണ്ട നല്ലൊരു കളർ ഗ്രേഡിയൻറ്റുമാണ്. അപ്പം ഇതിൻ്റെ 2 കളറാണുള്ളത്, ഒരെണ്ണം ബ്ലാക്കും പിന്നെ ഒരു സൺസെറ്റ് മെലഡി. അപ്പം എനിക്ക് ബ്ലാക്കാണ് പൊതുവേ ഇഷ്ടം, പക്ഷേ എനിക്ക് ആ ടൈമിൽ ബ്ലാക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതിൽ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബില്ലും നമ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാക്ക് കേസും കൂടെ കിട്ടുന്നുണ്ട് നമുക്ക്. ട്രാൻസ്പെറൻ്റ് ആണ്, ഏകദേശം നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ട പെട്ടെന്ന് പോകത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. ഏകദേശം വിവോ ഫ്ലാഷ് ചാർജ് 2.0 ആണ്, 33 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ ചാർജിങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ ഫോൺ എന്ന് വെച്ചാൽ വിവോ V11 Pro ആണ്. ഇത് ഏകദേശം ഫാസ്റ്റ് ചാർജിങ് ആണ്, പക്ഷേ ഇതിനെക്കാട്ടി ഡബിൾ ആണ് ഇതിൻ്റെ ചാർജിങ് എന്ന് വെക്കുവാണെങ്കിൽ. ഏകദേശം ഒരു അരമണിക്കൂർ ചാർജ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 60-65% വരെ ചാർജ് കയറും. പിന്നെ ഇതിലൂടെ നമുക്ക് ഹെഡ്സെറ്റും കൂടെ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ടത് വെച്ച് ഏകദേശം ഇപ്പോൾ മൊബൈൽസിനൊന്നും ഹെഡ്സെറ്റ് കിട്ടുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സാംസങ്ങിൻ്റെ ഫോൺ എടുത്താണ്, അതിനും ഹെഡ്സെറ്റ് കൂടെയൊന്നുമില്ല. പക്ഷേ വിവോ അങ്ങനെയൊന്നുമില്ല, എല്ലാ പ്രാവശ്യവും എനിക്കൊരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ഈ USB കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Type C ആണ് കേട്ടോ ചാർജ്. ഫോൺ എടുക്കുവാണെങ്കിൽ ഇതാണ് ഫോൺ, കണ്ടോ. ഇതിൻ്റെ കളർ ഞാൻ എടുത്തേക്കണത് മിഡ്നൈറ്റ് മെലഡി ആണ്. ഇപ്പോൾ ഏകദേശം പല കളറുണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ ഇതിൻ്റെ ക്യാമറ പറയുകയാണെങ്കിൽ 3 ക്യാമറ ഉണ്ട്, കണ്ട 64, 8 and 2 ആണ്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അത് ഏകദേശം 44 മെഗാപിക്സലാണ്. അപ്പോൾ ഏകദേശം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാലേ നമുക്ക് 4Kയിൽ തന്നെ ഫ്രണ്ട് ക്യാമിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏകദേശം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ നമ്മൾ
അത്ര കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും നമുക്ക് ആവശ്യത്തിന് സ്റ്റെബിലൈസേഷൻ കിട്ടും. പിന്നെ ഇതേ ഫേസ് ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ സാധനമാണ് കേട്ടോ, അൺലോക്കായി സ്വൈപ്പ് ചെയ്യണം കേട്ടോ. ഇല്ല പിന്നെ ഫിംഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ കാണിച്ചത്, ഫിംഗർ ഫാസ്റ്റ് ആണല്ല, ഫിംഗറും ഫേസും എല്ലാം ഫാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 720G സ്നാപ്ഡ്രാഗൺ ആണ്. അപ്പോൾ നല്ല ഫാസ്റ്റ് ആണ്. ഞാൻ PUBG കളിച്ച് നോക്കിയായിരുന്നു, അടിപൊളിയായിട്ട് നല്ലൊരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാഗൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഇതിൽ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ക്ലിപ്സൊക്കെ കുറച്ച് കാണിച്ചു തരാം. നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വിലയിരുത്തണം ഇതിൻ്റെ ഒരു സംഭവമാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ 4000 mAh ആണ്. ഏകദേശം നമുക്കൊരു ഹോൾ ഡേ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പറയുകയാണെങ്കിൽ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. കുറേ പഴയ ഫോൺ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണാണ് കേട്ടോ. വിവോ V11 Pro ഒരു 1.5 കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ്. അതും എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും കണ്ടോ. ഇത് ആർക്കും കൊടുക്കൂല, സൂക്ഷിച്ച് വെക്കും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഒട്ടും വെയിറ്റില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു പവർ ബട്ടൺ, പിന്നെ ഇവിടെയാണ് ചാർജറും ഹെഡ്സെറ്റ് ജാക്കും മൈക്കും സ്പീക്കറും എല്ലാം താഴെയാണ് വന്നിരിക്കുന്നത്. സ്പീഡ് പറയുകയാണെങ്കിൽ ഇത് Android 11 ആണ്. അതേ കാണിച്ചു തരാം കണ്ടോ, ഇതിങ്ങനെ കളിക്കാം നമുക്ക്. 2 സിമ്മും 4G സപ്പോർട്ടഡ് ആണ്. അപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇപ്പോൾ അതേ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഒരേ ടൈമിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് നോർമൽ മൈക്കാണ് സംസാരിക്കുന്നത്. നമുക്ക് നോയ്സിൻ്റെ കാര്യമൊന്നും എനിക്കിപ്പോൾ അറിയത്തില്ല, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, പിന്നെ ഇതല്ലാണ്ട് നമുക്ക് സ്ക്രീൻ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും രണ്ടായിട്ട്, ഇതുപോലെ അല്ലാണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പിന്നുള്ളൊരു സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, പകുതി നമ്മളും പകുതി ബാക്ക് ക്യാമറ. പക്ഷേ ഏകദേശം പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ, ക്ലാരിറ്റി ഉണ്ട്. ഏകദേശം ആവശ്യത്തിന് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ക്യാമറയിൽ ഇൻബിൽറ്റ് ഫിൽറ്റർ ഉണ്ട് കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഔട്ടർ എടുക്കുന്നത് 4Kയിൽ 30 FPS ഇട്ടിട്ടാണ് കേട്ടോ, എൻ്റെ ഫോണിൽ തന്നെ എടുക്കുന്നത്, പുതിയ ഫോണിൽ. അപ്പം ഇത് അതിനകത്തുള്ള ഒരു ഫിൽറ്റർ ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലർ ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല ഫോക്കസും ഉണ്ട് കേട്ടോ. നമുക്ക് ഐ ഡിറ്റക്ടർ ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് ഇത്ര നല്ല ഫോക്കസ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് മാറിക്കേ, കണ്ടോ അദ്ദേഹം മാറിയാലും അവന് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണിത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവങ്ങൾ അടിപൊളിയാണല്ലോ. പിന്നെ വേറൊരു ഫിൽറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് നമ്മൾ കളർ ചെയ്ത് നിൽക്കും. അങ്ങനത്തെ ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട്. ബാക്ക് ക്യാമിൽ നമുക്ക് ഫിൽറ്റർ ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഗൂഗിൾ ടോക്സിനെ സബ്സ്ക്രൈബ് ചെയ്യണം. എവിടെയെങ്കിലും കാണും, കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ഒക്കെ ഇവനുണ്ടായി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ അഡിയോസ്.